വിക്രത്തെ കുഞ്ഞിനെ കാണിച്ച് വേദ അങ്ങനെ പ്രിയ പ്രേക്ഷകരെ പവിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് വിക്രം 6 വർഷമായിട്ടും തനിക്കൊരു കുഞ്ഞുണ്ട് എന്നുള്ള വലിയ രഹസ്യം അറിയുന്നില്ല എന്ന് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ വേദയാണെങ്കിൽ വിക്രത്തോട് ആ സത്യം അറിയിക്കാനായിട്ട് വരുന്നുണ്ട്. അതായത് വേദയെ കാണാത്തതിൻ്റെ വിഷമത്തിലും സങ്കടത്തിലും തന്നെയാണ് നമ്മുടെ വിക്രമെന്ന് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെയിരിക്കെ നമ്മുടെ വിക്രത്തിന് കുഞ്ഞും കൂടിയുണ്ട് എന്നറിയുമ്പോൾ ഡബിൾ സന്തോഷമായിരിക്കുമല്ലോ. വേദ എവിടെയാണെന്ന് കഴിഞ്ഞ 6 വർഷക്കാലമായി വിക്രം അച്ഛനും അമ്മയോടും പലതവണയായി ചോദിക്കുന്നുണ്ട്. അവർ പല രീതിയിലും അന്വേഷണവും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും അവർക്ക് വലിയ തെളിവോ കാര്യമോ ഒന്നും ലഭിക്കുന്നില്ല എന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ അവർ വളരെയധികം സങ്കടത്തിലാണ് എന്നും കാണാനായിട്ട് സാധിക്കൂട്ടോ. അങ്ങനെ ഇരിക്കെയാണ് ജയിലിൽ നിന്നും വിക്രം പുറത്തിറങ്ങിയിട്ടുണ്ട് എന്ന വാർത്ത കേൾക്കുന്ന എങ്ങനെയൊക്കെയോ തൻ്റെ കൂട്ടുകാരൻ വഴിയാണെന്ന് തോന്നുന്നു നമ്മുടെ വേദ അറിയുന്ന ആ സമയം വിക്രത്തെ കാണാനായിട്ട്, മകളെ കാണിക്കാനായിട്ട് വേദ വരുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും. അങ്ങനെ താൻ ഇത്രയും നാൾ തേടിക്കൊണ്ടിരുന്നൊരു വ്യക്തി പെട്ടെന്ന് തൻ്റെ കൺമുൻപിൽ വന്ന് നിൽക്കുമ്പോൾ വിക്രത്തിന് അത്രയധികം സന്തോഷമാവുന്നത് കാണാൻ കഴിയൂട്ടോ. ഇതേ സമയം വിക്രം ഓടിച്ചെന്ന് വേദയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നൊരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. നീ എവിടെയായിരുന്നു വേദേ? നിന്നെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു. എന്തുകൊണ്ടായിരുന്നു നീ എന്നെ ഒന്ന് വിളിക്കാഞ്ഞത്, എന്നെ ഒന്ന് കാണാൻ വരാഞ്ഞത് എന്നൊക്കെ ചോദിച്ചു കൊണ്ടേയിരിക്കുന്നു. അതിന് ഇടയിലാണെങ്കിൽ നമ്മുടെ വിക്രത്തിൻ്റെ ശ്രദ്ധ വേദയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിൻ്റെ മേൽ പെടുന്നത് കാണാനായിട്ട് കഴിയും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വിക്രമാണെങ്കിൽ വളരെയധികം സങ്കടത്തിലാകുന്നു. ഇനി ഇവളെങ്ങാനും വേറെ വിവാഹം കഴിച്ചു കാണുമോ, എന്തായിരിക്കും, ആരായിരിക്കും ഈ കുഞ്ഞ് എന്ന് മനസ്സിൽ ചിന്തിക്കുന്നു. അപ്പോഴേക്കും വേദ ആ കാര്യം വിക്രത്തിൻ്റെ മുഖത്തു നിന്ന് തന്നെ വായിച്ചെടുക്കുന്നുണ്ട്. വിക്രം, നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ഞാൻ വേറെ വിവാഹമോ കാര്യങ്ങളോ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറയുന്നു. പിന്നെ ഈ കുഞ്ഞ് അത് വളരെ വലിയൊരു രഹസ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വേദ തുടരുന്നുണ്ട്. അതായത് വിക്രം, ഇത് നമ്മളുടെ ചോരയാണ്, നമ്മളുടെ രണ്ടാളുടെയും മകളാണ് എന്ന് പറയുന്നൊരു കാഴ്ച. ഇതേ സമയമാണെങ്കിൽ വിക്രമാണെങ്കിൽ വളരെയധികം സന്തോഷിക്കാനും പൊട്ടിക്കരയാനും ഒക്കെ തുടങ്ങുന്നത് കാണാം. അപ്പോൾ വിക്രത്തിൻ്റെ അമ്മ വേദയോട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ ഇത്രയും നാൾ കുഞ്ഞിനെയും കൊണ്ട് ഇവിടേക്ക് വരാഞ്ഞത് എന്ന് ചോദിക്കുന്നു. അത് കേട്ട വേദയാണെങ്കിൽ വിക്രത്തിൻ്റെ അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ, എനിക്ക് അതിനുള്ള ധൈര്യമോ കാര്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടായിരുന്നു താൻ വരാതിരുന്നത് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അതായത് താൻ വന്നു കഴിഞ്ഞാൽ തൻ്റെ ഏട്ടൻ തൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കും. അപ്പോഴാണെങ്കിൽ വിക്രമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, വിക്രം അഴിക്കുള്ളിലായിരുന്നില്ലേ. അതുകൊണ്ട് തന്നെ അവർക്ക് സുഖമായിട്ട് ഞങ്ങളെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. നിങ്ങളെ നോക്കി നിൽക്കെ തന്നെ അതിന് കഴിയും. അതുകൊണ്ടാണ് ഞാൻ ഊരും പേരും മാറി വേറൊരു സ്ഥലത്തേക്ക് പോയത് എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അമ്മയും കാര്യത്തിൻ്റെ കിടപ്പ് വശം മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ വേദയെ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. ഇതേ സമയം അച്ഛനും എല്ലാവരും വന്ന് നമ്മുടെ വിക്രത്തിൻ്റെയും വേദയുടെയും കുഞ്ഞിനെ മാറി മാറി എടുക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും. ഇതിനിടയിൽ നന്ദിതയാണെങ്കിൽ ഒരുപാട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് വിക്രത്തെ കള്ളം നിറഞ്ഞ് പറ്റിക്കുകയാണെന്നൊക്കെ പറയാനായിട്ട് ശ്രമിക്കുന്നൊരു കാഴ്ച കാണാൻ കഴിയും. പക്ഷേ വിക്രത്തിന് വേദയെ 100% വിശ്വാസമായതുകൊണ്ട് തന്നെ വിക്രം ഒരടി പോലും വേദയെ സംശയിക്കുന്നില്ല എന്ന് കാണാം. സത്യമറിഞ്ഞു കഴിയുമ്പോൾ വിക്രത്തിന് സന്തോഷമാവുന്നതും കാണാനായിട്ട്